അൾട്രാ ബുള്ളറ്റ് പ്രൂഫ് റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾ സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ചിങ്ങും അതുപോലെ തന്നെ ആ ഒരു വണ്ടി പല പ്രമുഖ യൂട്യൂബേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ വണ്ടി ഒരു 200cc പോലെ ഫീൽ ചെയ്യത്തില്ല എന്ന്. അപ്പോൾ യെസ് ഗായ്സ്, അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ ഒരു സിറ്റ് ആൻഡ് ടോക്ക് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് പറഞ്ഞ്, മെസ്സേജ് എന്നല്ല, ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അനലറ്റിക്സ് നോക്കുന്ന സമയത്ത് മനസ്സിലാവും കറൻറ്റ് ട്രെൻഡിങ് അല്ലെങ്കിൽ കറൻറ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്. നോക്കിയപ്പോൾ 2 ലക്ഷത്തിന് താഴെ വരുന്ന ഏറ്റവും മികച്ച വണ്ടികൾ അല്ലെങ്കിൽ ടൂർ ചെയ്യാൻ പറ്റുന്ന അഡ്വഞ്ചർ ആയിട്ടുള്ള വണ്ടികൾ ഏതാണെന്ന് ഒരുപാട് ആൾക്കാർ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ തന്നെ ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടെന്ന് ഇങ്ങനെ നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. യൂട്യൂബ് സ്റ്റുഡിയോയിൽ. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് ഒന്ന് ചെയ്തുകൂടാ വീഡിയോ. അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, വേണമെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ട് ചെയ്ത് തീർക്കാവുന്നൊരു സംഭവമേ ഉള്ളൂ. പക്ഷേ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം വിശദമായിട്ട് ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പെട്ടെന്ന് വിടുന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് മനസ്സിൽ അന്നേരമാണ് ഒരു ഇത് വന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഞാനൊരു 5 വണ്ടിയുടെ ലിസ്റ്റ് ഞാൻ പറയാം. അതിന് മുകളിലോട്ട് വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ N250 ആണ്. സത്യം പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഗൈസ്. സത്യം പറയാമല്ലോ, ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാത്തത് കൊണ്ട് അണ്ടർ റേറ്റഡ് ആയത് മാത്രമല്ല, ആ വണ്ടിയുടെ സ്പെക്കും വണ്ടി ഓടിച്ചവർക്കും അറിയാം. ആ വണ്ടിയുടെ ഒരു ഫീൽ എന്ന് പറയുന്നത്, അത് ബജാജ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഇറക്കിയേക്കുന്ന ഒരു കമ്മ്യൂട്ടർ, പവർഫുൾ കമ്മ്യൂട്ടർ സെഗ്മെൻറ്റാണ്. അതിലെല്ലാത്തിലും ഉപരി ഈ ഒരു വണ്ടി കൊണ്ട് നമുക്ക് അത്യാവശ്യം ടൂറിങ് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. വളരെ സ്മൂത്തായിട്ടുള്ളൊരു എൻജിനാണ്, ബജാജിൻ്റെ എൻജിനാണ്. വലിയ അൾട്രാ ബുള്ളറ്റ് പ്രൂഫ് റിലയബിൾ ആയിട്ടുള്ള എൻജിനാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾ സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ചിങ്ങും അതുപോലെ തന്നെ ആ ഒരു വണ്ടി കറക്റ്റായിട്ട് നിങ്ങൾ വലിയ സിറ്റി യൂസൊന്നും ഇല്ലാത്തവരാണ്. സിറ്റി യൂസ് ആണെങ്കിൽ അതുപോലെ ഒരു 10,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് കാർബൺ ക്ലീനിങ്ങും അതുപോലെ തന്നെ എൻജിൻ സ്ലഡ്ജും ഒക്കെ ഒന്ന് എൻജിൻ ഫ്ലഷൊക്കെ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത്രയ്ക്ക് ബെറ്റർ. ഞാൻ ഡിസ്കവറും പൾസറും ഒക്കെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ പേഴ്സണലി എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, ജാപ്പനീസ് വണ്ടികൾ പോലെ റിലയബിൾ ആവാൻ വലിയൊരു ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയാൻ മാത്രം അവകാശപ്പെടാൻ പറ്റത്തില്ലെങ്കിലും കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടും ഈ ഒരു പൾസറിൻ്റെ അല്ലെങ്കിൽ ബജാജിൻ്റെ എൻജിൻസൊക്കെ. സത്യം പറയാമല്ലോ, ഇത് മാരക അണ്ടർ റേറ്റഡാണ്. കാര്യം 2 ലക്ഷത്തിന് താഴെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി 1.5 ലക്ഷത്തിന് താഴെ മാത്രം വരുന്ന ഒരു 250cc 26 bhp കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സൂപ്പർ എൻജിനാണ്. ഒരു അഗ്രസീവായിട്ടുള്ളൊരു എൻജിനൊന്നും അല്ല. 2 വാൽവ് വരുന്ന ഒരു ഒരു പൾസറിൻ്റെ മിഡ് റേഞ്ച് പഞ്ച് എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു എൻജിൻ. ഇതുകൊണ്ട് നമുക്ക് ടൂറിങ് ചെയ്യാം, കമ്മ്യൂട്ടിങ് ചെയ്യാം. 50-നടുത്ത് മൈലേജ് ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അഫോർഡബിൾ റേറ്റാണ്, ഡുവൽ ചാനൽ ABS ആണ്, USB 4 കൊണ്ട് അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബട്ടറി സ്മൂത്താണ്, സർവീസ് എല്ലായിടും അവൈലബിൾ ആണ്. മാരക അണ്ടർ റേറ്റഡാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ബഡ്ജറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം പവർഫുൾ വണ്ടി വേണം, ബഡ്ജറ്റിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രം നിങ്ങൾ FC-ലോട്ടും ജിക്സറിലോട്ടും അപ്പാഷി 160 4 വീലോട്ടൊക്കെ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷനാണ് ഈ വണ്ടി. ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം. ഈ വണ്ടി നമ്മളെല്ലാം വിജയിപ്പിക്കണം. അടുത്ത വണ്ടി എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് താഴെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും മികച്ച ഒരു ഓപ്ഷനായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളുടെ ഹണ്ടറാണ്. ഹണ്ടർ എന്ന് പറയാൻ മാത്രം വേറെ ഒന്നുമല്ല. കാര്യം ഇപ്പം GSTയുടെ നിയമം വന്നതിന് ശേഷം 350cc താഴോട്ടുള്ള എല്ലാ വണ്ടികൾക്കും റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, വാല്യൂ ഫോർ മണി ആയിട്ടുണ്ട് കുറച്ചും കൂടെ. പക്ഷേ ഹണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഹണ്ടർ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂട്ടർ. ഇതുപോലൊക്കെ തന്നെ നമുക്ക് ആ ഒരു 350cc വണ്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് വാങ്ങാം. അത് അണ്ടർ റേറ്റഡ് ഒന്നുമല്ല, ഇത് കറക്റ്റായിട്ട് ഹിറ്റായൊരു വണ്ടിയാണ് ഹണ്ടർ. അതുകൊണ്ട് അണ്ടർ റേറ്റഡ് നമുക്ക് ഈ ഒരു വണ്ടിയെ ഹണ്ടറിനെ വിളിക്കാൻ പറ്റത്തില്ല. നല്ല സെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ ടൂറിങ്ങും അത് കുറച്ചും കൂടെ സിറ്റി കമ്മ്യൂട്ടിങ്ങൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നല്ല ഓപ്ഷനായിരിക്കും. പിന്നെ ആകപ്പാടുള്ളൊരു പോരായ്മ, കുറച്ച് സമയം കഴിയുമ്പോൾ ഈ എൻജിൻ്റെ അവിടുന്ന് ചെറിയ രീതിയിലുള്ള കിലി സൗണ്ട് വരും എന്നുള്ളൊരു വിഷയം മാത്രമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പിന്നെ കമ്പനിയുടെ ലിക്വിഡ് ഗൺ എന്ന് പറഞ്ഞാൽ ഒരു എൻജിൻ ഓയിലും അത്ര വലിയ സുഖമുള്ള സംഭവമല്ല. പല സർവീസ് സെൻറ്ററിലും വലിയ വിഷയങ്ങളാണ് നടക്കുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ പോരായ്മ. പക്ഷേ വണ്ടി എന്നുള്ള നിലയ്ക്ക് വണ്ടി നല്ലൊരു വാല്യൂ ഫോർ മണിയാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അപ്പാഷെ
204V ആണ്. 204V ഓൺ റോഡ് ഏകദേശം 1.80 വരുന്നുള്ളൂ. ഈ വണ്ടിയുടെ ഒരു കാഴ്ചപ്പാട് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ആദ്യം പറഞ്ഞ വണ്ടിയുടെ അതേ ഒരു വിലയുള്ള N250 അതേ ഒരു വിഷയം തന്നെയാണ് ഈ ഒരു വണ്ടിയിലോട്ടും വരുന്നത്. ഫീച്ചർ എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ഫീച്ചർ കൊട്ടിഘോഷിക്കാൻ മാത്രം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻജിൻ അപ്ഡേറ്റഡ് അല്ല. അവരുടെ പണ്ട് തൊട്ടേ ഫിയറോയിൽ നിന്ന് വന്ന കാലം തൊട്ടേ ഇങ്ങനെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എൻജിനാണ് ഈ ഒരു വണ്ടിക്കകത്തും നിലവിൽ അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊരു പോരായ്മയല്ല, നല്ല എൻജിനാണ്. നിങ്ങൾക്ക് ഹൈവേ കട ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണ്. 20 bhp ആണെന്നൊന്നും തോന്നിക്കത്തില്ല. ഹൈവേയിൽ ഒരു 100+ ഒക്കെ എങ്ങനെ പോയാലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ സാധിക്കുന്ന ഒരു എൻജിനാണ്. നല്ല എൻജിൻ തന്നെയാണ്, നല്ല ബട്ടർ സ്മൂത്ത് തന്നെയാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റീവ്സിൻ്റെ സ്പെയറും അതുപോലെ തന്നെ സർവീസ് സെൻറ്ററും ഒക്കെ ചെറിയൊരു പോരായ്മയൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതല്ല, ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്. യാഥാർത്ഥ്യം അതാണ്. പക്ഷേ വണ്ടി ഇറ്റ് ഈസ് ആൻ അണ്ടർ റേറ്റഡ് ജെം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയം. പുറത്ത് നോർത്തിലോട്ടൊക്കെ അപ്പാച്ചി 204Vക്ക് നല്ല സ്വീകാര്യതയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടുത്ത വണ്ടി എന്ന് പറയുന്നത് എക്സ്പൾസ് 200 അല്ലല്ലോ 210 ആണ്. 210 ഒരു നല്ലൊരു വാല്യൂ ഫോർ മണിയാണ്. ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. KLXൻ്റെ ഡ്യൂട്ടിയും ചെയ്യും, എന്നാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ADV 250 KTMൻ്റെ ആ ഒരു ടൂറിങ് കേപ്പബിലിറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ടൂറിങ്ങിനും ഓഫ് റോഡിങ്ങിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വണ്ടിക്ക് ഇപ്പം ഫസ്റ്റ് ബാച്ചിൽ ഇപ്പോൾ ഒരു വർഷമായാലും വണ്ടി ഇറങ്ങിയിട്ട് ഫസ്റ്റ് ബാച്ചസിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾക്ക് ഹെഡിന് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പ്രീമിയം മാത്രമേ ഈ വണ്ടി സർവീസ് ചെയ്തുള്ളൂ. എല്ലായിടവും പ്രീമിയം അവൈലബിൾ അല്ല. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോറൂമിലും എക്സ്പൾസിന് വേണ്ടി പ്രത്യേകം സർവീസ് തുടങ്ങുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഡീൽ ബ്രേക്കർ ഒന്നുമല്ല. പക്ഷേ വണ്ടി എനിക്കിഷ്ടപ്പെട്ട് ഓടിച്ചിട്ടുള്ള കാര്യം പറയാം. പല ആൾക്കാരും പല പ്രമുഖ യൂട്യൂബേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ വണ്ടി ഒരു 200cc പോലെ ഫീൽ ചെയ്യത്തില്ല എന്ന്. അത് ഞാൻ യോജിക്കുന്നില്ല ഒരിക്കലും. കാര്യം അത് പറയാൻ കാര്യം, ഒരു 200cc വേണ്ട ഒരു പവർ ആ ഒരു വണ്ടിക്കുണ്ട്. അത് ആ ഒരു അഗ്രസീവ് ഫീലും ആ ഒരു വണ്ടിക്കുണ്ട്. KTMൻ്റെയും ബജാജ് NSൻ്റെയൊക്കെ പോലെ അഗ്രസീവ് റോ ഫീലൊന്നും കിട്ടത്തില്ല. പക്ഷേ 200cc വേണ്ട ഒരു എന്തായാലും ഒരു ഫീല് ഈ ഒരു വണ്ടിക്ക് എന്തായാലും ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടും. അതും നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. നാലാമത്തേയായിട്ട് അടുത്ത അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ KLX ആണ്. KLX പറയാൻ കാര്യം വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ആൻ കവാസാക്കി. അതെല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സാധനമല്ല. KLX ഉണ്ട്, റോണിനും ഉണ്ട്. പക്ഷേ റോണിൻ്റെ പറയാതിരിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി റോണിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഹണ്ടറിനൊരു ഒരു 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 സ്ഥാനം നമ്മൾ കൊടുത്തു. ഹണ്ടറിന് കൊടുക്കാൻ കാര്യം ഹണ്ടറിൻ്റെ സർവീസ് അവൈലബിലിറ്റിയും നെറ്റ്വർക്ക് ഡീലിംഗ് ഒക്കെയാണ്. റോണിൻ മോശം വണ്ടിയല്ല. ഓൾറെഡി നമ്മൾ ഹണ്ടറിന് ആ ഒരു സ്ഥാനം കൊടുത്തതുകൊണ്ട് റോണിൻ നമ്മൾ മാറ്റി സെക്കൻഡ് സ്ഥാനത്തിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ KLX പറയാൻ കാര്യം, ആ ഒരു വണ്ടിയെ 2 ലക്ഷത്തിന് താഴെയുള്ള ഏക കവാസാക്കിയുടെ മോഡൽ ഇപ്പം നിലവിൽ W175 ഒക്കെ നിർത്തിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം നിലവിൽ ഒരു മോട്ടോക്രോസ് അല്ലെങ്കിൽ ട്രയൽ ബൈക്ക് എന്താണ് പക്ക ട്രയൽ ബൈക്ക് എന്ന് അറിയിച്ചു തരുന്ന ഒരു ബൈക്ക്, അതും കവാസാക്കി എന്നൊക്കെ ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ബൈക്ക് നിലവിൽ ഇപ്പോൾ ഉള്ളത് KLX മാത്രമേ ഉള്ളൂ. പക്ഷേ KLXൻ്റെ ഒരു വിഷയം, സർവീസ് സെൻറ്ററുകളുടെ വലിയൊരു അഭാവമാണ്, സർവീസ് കോസ്റ്റുകളുടെ വലിയൊരു കൂടുതലാണ്. പക്ഷേ ഇറ്റ് ഈസ് ആൻ ബ്രാൻഡ്, കവാസാക്കിയാണ്, അതിൻ്റെതായിട്ടുള്ളൊരു ഹൈ വാല്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെയൊക്കെ വികസിപ്പിക്കുകയാണെങ്കിൽ ചൂടപ്പം പോലെ വിറ്റ് പോകാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയാണ് ഈ KLX 230 എന്ന് പറയുന്നത്. പക്ഷേ 230ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു മൈനസൊക്കെ ഉണ്ട്. പക്ഷേ അത് മൈനസ് എന്ന് പറയാൻ കാര്യം, അത് റോഡ് ലീഗലായിട്ടുള്ള വണ്ടിയായതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും അതുകൊണ്ട് ടൂറിങ്ങൊക്കെ പോകും. പക്ഷേ ടൂറിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും നടുവിനൊക്കെ. കാര്യം അത് ഒരു പക്ക ഡുവൽ സ്പോർട്ട് ക്യാരക്ടറുള്ള ഒരു മോട്ടോക്രോസ് എഞ്ചിനാണ്, അല്ല ഒരു വണ്ടിയാണ്. സോ 2 ലക്ഷത്തിന് താഴെ നിൽക്കുന്ന ഏറ്റവും മികച്ച വണ്ടികളിൽ എനിക്ക് തോന്നിയ വണ്ടികളിൽ ഇതിപ്പോൾ നമ്മൾ സിറ്റി കമ്മ്യൂട്ടിങ്ങിനുള്ള വണ്ടി പറഞ്ഞു, നേക്കിഡ് പറഞ്ഞു, അതുപോലെ തന്നെ കുറച്ച് ടൂറിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി പറഞ്ഞു, ഓഫ് റോഡിങ് അഡ്വഞ്ചറും, അതുപോലെ തന്നെ ഇപ്പോൾ ഡുവൽ സ്പോർട്ടും കൂടെ നമ്മൾ പറഞ്ഞു. സോ നിങ്ങൾക്ക് ഈ വണ്ടികളിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്? നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. സോ അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.